മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവുമായ ബി.എസ്. യെദ്യൂരപ്പയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം. ലൈംഗിക അതിക്രമത്തിന് അദ്ദേഹത്തിനെതിരെ സംസ്ഥാന പോലീസ് കേസെടുത്തു. കഴിഞ്ഞ മാസം ബംഗളൂരുവിലെ വസതിയിൽ വെച്ച് പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് നടപടി. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും കുടുംബം പരാതിയിൽ പറയുന്നുണ്ട്. യെദ്യൂരപ്പ പിന്നീട് മാപ്പ് പറയുകയും ഇക്കാര്യം ആരോടും പറയരുതെന്ന് യുവതിയോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. പോക്സോ നിയമപ്രകാരം ബംഗളൂരുവിലെ സദാശിവനഗർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ಒಬ್ಬ ಮಹಿಳೆ ಸದಾಶಿವನಗರ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಯಡಿಯೂರಪ್ಪನವರ ಮೇಲೆ ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಅದನ್ನು ಪರಿಶೀಲನೆ ಮಾಡಿ ರಿಜಿಸ್ಟರ್ ಮಾಡಿಕೊಂಡಿದ್ದಾರೆ, ಕೇಸ್ ರಿಜಿಸ್ಟರ್ ಮಾಡಿದ್ದಾರೆ. ಅದರ ಬಗ್ಗೆ ಈಗ ತನಿಖೆಯನ್ನು ಪ್ರಾರಂಭ ಮಾಡ್ತಾರೆ. ಅವರು ಕೊಟ್ಟಿರ್ತಕ್ಕಂಥ ವಿಚಾರದಲ್ಲಿ ತನಿಖೆ ಮಾಡುವವರೆಗೂ ಕೂಡ ನಾವು ಯಾವುದನ್ನು ಕೂಡ ಹೇಳೋದಕ್ಕೆ ಬರೋದಿಲ್ಲ. ಕೆಲವರು ಹೇಳ್ತಾರೆ ಅವರು ಮಾನಸಿಕ ಅಸ್ವಸ್ಥತೆ ಇದೆ ಆ ಮಹಿಳೆಗೆ ಅಂತ ಹೇಳ್ತಾರೆ. ಅವರು ಕಂಪ್ಲೇಂಟನ್ನು ಟೈಪ್ ಮಾಡಿ ಟೈಪ್ಡ್ ಕಾಪಿ ಕೊಟ್ಟಿರೋದು, ಸೈನ್ ಬರೆದಿರೋದಲ್ಲ, ಟೈಪ್ ಕಾಪಿ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ನಮಗೆ ನಮ್ಮ ಇಲಾಖೆಯವರು ಹೇಳಿದ್ದಾರೆ. ಹಾಗಾಗಿ ರಿಜಿಸ್ಟರ್ ಮಾಡಿದ ಮೇಲೆ ಕಂಪ್ಲೇಂಟನ್ನು ತನಿಖೆ ಮಾಡೋವರೆಗೂ ಕೂಡ ಯಾವುದೇ ವಿಚಾರವನ್ನು ನಾವು ತಿಳಿಸೋದಕ್ಕಾಗಲ್ಲ. ಯಾಕೆಂದರೆ ಇದು ಒಬ್ಬ ಮಾಜಿ ಮುಖ್ಯಮಂತ್ರಿಗಳನ್ನು ಅವರಿಗೆ ಸೇರಿರ್ತಕ್ಕಂಥದ್ದು, ಜೊತೆಗೆ ಒಂದು ಮಹಿಳೆ ಆಪಾದನೆ ಮಾಡಿರ್ತಕ್ಕಂಥದ್ದು. ಹಾಗಾಗಿ ಯಾವುದೇ ವಿಚಾರವನ್ನು ಹೇಳಬೇಕಾದ್ರೆ ಭಾಳ ಎಚ್ಚರಿಕೆಯಿಂದ ನಾವು ಹೇಳಬೇಕಾಗ್ತದೆ. ಮಾಹಿತಿಯನ್ನು ನಾನು ಇನ್ನೂ ಹೆಚ್ಚು ಮಾಹಿತಿಯನ್ನು ತೆಗೆದುಕೊಳ್ತೇನೆ. ತನಿಖೆ ಆಗೋವರೆಗೂ ನಾವು ಯಾವುದನ್ನು ಕೂಡ ಬಹಿರಂಗ ಮಾಡೋದಕ್ಕಾಗೋದಿಲ್ಲ. ജി പരമേശ്വരയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കർണാടക പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് എന്നതാണ് ആ പരാതിയുടെ പശ്ചാത്തലം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. രാകേഷ് ചേരുന്നു. രാകേഷ്, വളരെ ഗുരുതരമായ ആരോപണമാണ്. ഈ ആരോപണം ഉയർന്നിരിക്കുന്ന നേതാവ് യെദ്യൂരപ്പയാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, ബി.ജെ.പിയുടെ ദേശീയ മുഖമാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ പരാതിയുടെ ഒരു വാസ്തവം അത് എത്രമാത്രമാണ്? സജിത്ത്, കർണാടകയിലെ ബി.ജെ.പിയുടെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബി.എസ്. യെദ്യൂരപ്പയ്ക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. പോക്സോ കേസാണ് ഇപ്പോൾ യെദ്യൂരപ്പയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സദാശിവർ നഗർ പോലീസ് ഇന്നലെ രാത്രിയാണ് യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതായത് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. അമ്മയും മകളും, 17-കാരിയായ മകളും ഈ സമാനമായ രീതിയിൽ ഒരു പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ഒരു സഹായം തേടിക്കൊണ്ടാണ് യെദ്യൂരപ്പയെ സമീപിച്ചത്. യെദ്യൂരപ്പയുടെ വീട്ടിലാണ് ഇവർ എത്തിയത്. ഇതിനിടയിൽ പെൺകുട്ടിയെ യെദ്യൂരപ്പ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തുടർന്ന് ഇന്നലെയാണ് ഇവർ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സദാശിവനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും കേസെടുത്ത കാര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി പരമേശ്വരിയാണ് അല്പം മുമ്പ് ഇപ്പോൾ ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. അതായത് പരമേശ്വര പറയുന്ന കാര്യം ഇതിൽ രാഷ്ട്രീയമൊന്നും തന്നെയില്ല. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, പെൺകുട്ടിക്കും കുടുംബത്തിനും സഹായം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമെങ്കിൽ അതെല്ലാം ചെയ്യും. അപ്പോൾ കേസുമായി മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കുകയാണ്. നിലവിൽ അന്വേഷണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ജി പരമേശ്വരന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും യെദ്യൂരപ്പയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഈ പരാതി അടിസ്ഥാനരഹിതമാണ്, അതിൽ വാസ്തവമില്ല എന്നാണ് ഇപ്പോൾ യെദ്യൂരപ്പയുടെ ഓഫീസ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ അമ്മയും സമാനമായ രീതിയിൽ ഏതാണ്ട് 50-അധികം പരാതികൾ സമാനമായി മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ ഒറ്റ നൽകിയിട്ടുണ്ട്. അപ്പോൾ സമാനമായൊരു കേസ് തനിക്കെതിരെ നൽകിയിരിക്കുകയാണ്, അതിൽ വാസ്തവമില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സജിത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത് എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. കാരണം യെദ്യൂരപ്പയ്ക്കെതിരെ ഉയരുന്ന ആരോപണത്തിന് ബി.ജെ.പി. ദേശീയ നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിശദീകരണങ്ങളിലേക്ക് പോകും എന്നതാണ് കർണാടകയിൽ നിന്നും വരുന്ന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഒരു നേതാവിനെതിരെ ഇത്തരം ആരോപണം ഉയരുന്നത് എന്നത് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി മാറ്റുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്